ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പാറൂസ് മീഡിയ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വേളൂരി എന്ന് പറയുന്ന മീനാണ്. നമ്മുടെ നാട്ടിലെല്ലാം ഇതിന് വേളൂരി എന്നാണ് പറയല്. ഈ നത്തോലി മീനിൻ്റെ എല്ലാം വേറൊരു ടൈപ്പ് മീനാണിത്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാ ഇതിന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വെച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇത്. അപ്പം ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കുറച്ച് ഉലുവ, തക്കാളി, ഉള്ളി, വെളിച്ചെണ്ണ, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളൊന്നും സെപ്പറേറ്റ് ആയിട്ടല്ല വഴറ്റിയെടുക്കുന്നത്, എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് കറി വേഗമായി കിട്ടും. അപ്പം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഉടച്ചെടുക്കണം, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും, നല്ല കട്ടിയിലുള്ള മീൻ കറി കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അപ്പം അതും നമുക്ക് ആവശ്യമുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പുളിവെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മീൻ കഷ്ണം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് എരിവും ഉപ്പൊക്കെ പോരാൻ തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ കറിക്ക് നല്ല മണമുണ്ട് കേട്ടോ. ഉലുവയെല്ലാം ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക തരം ഒരു മണമൊക്കെ ഉണ്ട്. മണം മാത്രമല്ല, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ മീൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ഒന്നും വഴറ്റാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ബൈ.